പ്രിയപ്പെട്ടവരെ, ഈ വിമലഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് മാർപ്പാപ്പമാരുടെ പ്രത്യേക പ്രസ്താവനകളുണ്ട്. ഒന്നാമതായിട്ട് പിയൂസ് 9 മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ മാതാവിനോടുള്ള ഭക്തി വളരെ അഭികാമ്യമാണ്, ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു മാതൃഭക്തിയാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 33 ദിവസം ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തിയുടെ ആഴത്തിലൂടെ കടന്നു പോകുന്നത്. രണ്ടാമത് മറ്റൊരു മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് ലിയോ 13 മാർപ്പാപ്പയാണ്. സഭയിൽ വളരെയധികം ശക്തമായ ധീരമായ നിലപാടുകൾ എടുക്കുകയും പ്രാർത്ഥനയുടെ ആഴങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത മാർപ്പാപ്പയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രതിഷ്ഠ നടത്തുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കൽപ്പിച്ച് ഞാൻ അനുവദിച്ചു. പരിശുദ്ധ പിതാവിൻ്റെ മരണസമയത്ത് ഈ പ്രതിഷ്ഠ പുതുക്കുകയും ചെയ്തു. 1888 വാഴ്ത്തപ്പെട്ടവനെന്ന് പ്രഖ്യാപിച്ചപ്പോൾ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് സ്വർഗീയ സഹായം അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, ഈ വിശുദ്ധൻ്റെ പ്രത്യേക മധ്യസ്ഥം വഴി നിങ്ങൾ ഈ 33 ദിവസം ചെയ്യുമ്പോൾ പൂർണ്ണ ദണ്ഡ വിമോചനം മാർപ്പാപ്പ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിത്യശിക്ഷ കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുന്ന പാപങ്ങൾ നമുക്ക് ലഭിക്കുമെങ്കിലും കാലിക ശിക്ഷകളിൽ നിന്ന് പൂർണ്ണ ദണ്ഡവിമോചനം വഴി ആ ശിക്ഷകൾ സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന് അത് ഇളവ് നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു മാർപ്പാപ്പ പിയൂസ് 10 മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഈ ഒരു ആത്മീയ ഗ്രന്ഥം, യഥാർത്ഥ മരിയ ഭക്തി എന്ന ഗ്രന്ഥം ഞാൻ നിങ്ങൾക്കെല്ലാം ശുപാർശ ചെയ്യുന്നു. ഇത് വായിക്കുകയും അതുപോലെ തന്നെ ഈ അപ്പസ്തോലിക ആശീർവാദങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു കൃപയാണെന്ന് പിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത് ഒത്തിരി പ്രാവശ്യം ചെയ്ത ഒരു മാർപ്പാപ്പയാണ്. സഭയെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച ഒരു മാർപ്പാപ്പയാണ്. ഇദ്ദേഹം പറയുന്നത് ഈ യഥാർത്ഥ മരിയ ഭക്തി എന്ന ഈ പുസ്തകത്തെയും തുടർന്ന് ഈ ആത്മീയ കാര്യത്തെക്കുറിച്ചും മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവായിരുന്നു ഈ വിമല ഹൃദയ പ്രതിഷ്ഠ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ആന്തരികമായ യാത്രയിൽ എന്നെ സഹായിച്ച ഒരു പുസ്തകമാണ് യഥാർത്ഥ മരിയ ഭക്തി. ഇത് ആത്മീയതയുടെ ഒരു കലവറയാണ്. യേശുവിനെ കണ്ടെത്താനും യേശുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ തന്നെ നയിക്കാനും ഈ പുസ്തകവും ഈ വിശുദ്ധനും എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞത് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ നിന്ന് ലഭിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുക, ഈ യഥാർത്ഥ മരിയ ഭക്തി ജീവിതത്തിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുമ്പോൾ ഈ ആത്മാവിന് ദൈവത്തെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമർപ്പണത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഒരുക്കത്തിലേക്ക് നാളെ മുതൽ പ്രവേശിക്കുകയാണ്. എങ്ങനെയാണ് ഈ സമർപ്പണം നടക്കുന്നത്? 2 ഘട്ടങ്ങളിലായിട്ട് ഈ പ്രതിഷ്ഠ നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 12 ദിവസങ്ങളാണ്. ലൂയി മോൺഫോർട്ട് പറയുക, ലോകാരൂപികളെ തോൽപ്പിക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ 2 ഘട്ടങ്ങളായിട്ട് ലൂയി മോൺഫോർട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ലോകാരൂപിയെ തോൽപ്പിക്കുക. അത് 12 ദിവസങ്ങളാണ്. നമ്മൾ ജൂലൈ 14 മുതൽ ജൂലൈ 25 വരെയാണ് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ലോകാരൂപികളെ തോൽപ്പിക്കാനുള്ള പാപ സാഹചര്യങ്ങൾ അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു, ദുഷ്ടൻ്റെ അരൂപികളെ എങ്ങനെ നമുക്ക് തോൽപ്പിക്കണമെന്ന് ചിന്തിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12:2 വചനം പറയുക, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. ഈ രൂപാന്തരീകരണത്തിൻ്റെ സമയമാണ് ഈ 12 ദിവസങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രതിഷ്ഠയിലൂടെ കടന്നു പോകുമ്പോൾ സാധിക്കുന്നവർ നല്ല കുമ്പസാരത്തിൻ്റെ അനുതാപത്തിൽ കടന്നു വന്ന് സാധിക്കുന്ന ദിവസം തന്നെ കുമ്പസാരിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കണം. അവിടെയാണ് നമുക്കിതിൻ്റെ പൂർണ്ണത കിട്ടുക. 2ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് 3 ആഴ്ചകളായിട്ടാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ 1ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ആത്മജ്ഞാനം പ്രാപിക്കുകയാണ്. 7 ദിവസങ്ങളിലൂടെ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ പാപം വഴി വന്നുപോയ കുറവുകൾ, അതിനെ എങ്ങനെ ആ വീഴ്ചകളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന് കരകയറാം എന്നുള്ളതാണ് 7 ദിവസങ്ങൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 1 വരെയാണ് നമ്മൾ ആ ചിന്തകൾ പോകുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതി നമ്മൾ വലിയൊരു വിടുതൽ ശുശ്രൂഷയ്ക്കായി അന്നേ ദിവസം ഒരുങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ 2ാം ഘട്ടത്തിൽ 2ാമത്തെ ആഴ്ചയാണ്
പരിശുദ്ധ അമ്മയെ ആഴത്തിൽ അറിയുക എന്നുള്ള ചിന്ത. എന്താണ് പരിശുദ്ധ അമ്മയെ ആഴത്തിൽ അറിയുന്നത്? അമ്മയെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? മരിയ ഭക്തരെങ്ങനെയായിരിക്കണം? എന്താണ് മാതാവിലൂടെ സ്വർഗത്തിൻ്റെ നിയോഗം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യുഗാന്ത്യ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അമ്മയോട് എങ്ങനെയായിരിക്കണം നമ്മുടെ മാതൃഭക്തി ഉണ്ടായിരിക്കേണ്ടത്? എങ്ങനെയാണ് മാതാവിലൂടെ ഈശോയിലേക്ക് നടന്നു നീങ്ങുക എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് 7 ദിവസങ്ങൾ. അത് പ്രധാനമായിട്ടും ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 8 വരെയുള്ള ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും. ഓഗസ്റ്റ് 8-ാം തീയതി വലിയൊരു വിടുതൽ ശുശ്രൂഷ മാതാവിലൂടെ സ്വർഗത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാന ഘട്ടം യേശുവെന്ന ആത്മജ്ഞാനത്തെ, യഥാർത്ഥ ജ്ഞാനത്തെ, നിത്യജീവൻ എന്ന സ്വർഗമെന്ന ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ പ്രതിഷ്ഠയുടെ പൂർണ്ണ ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. 6 ദിവസങ്ങളിൽ നമ്മൾ ധ്യാനപൂർവം ചിന്തിക്കുന്ന യേശുവെന്ന ഏക രക്ഷകൻ്റെ വഴികളെ അറിഞ്ഞുകൊണ്ട് 7-ാമത്തെ ദിവസം, പ്രത്യേകിച്ച് 33-ാമത്തെ ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി ഈശോയിലേക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, അന്നേ ദിവസം പൂർണ്ണ ദണ്ഡവിമോചനത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ്. ഇവിടെയാണ് ഈ കൃപാവരത്തിൻ്റെ ശക്തി കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവർ, ഈ പ്രതിഷ്ഠ നടത്തുന്ന മക്കളോട് ഒരു അപേക്ഷയുണ്ട്. ഈ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ 1 മണിക്കൂർ പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കണ്ടെത്തേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളായിരിക്കുന്ന പ്രാർത്ഥന മുറിയോ നിങ്ങളുടെ വ്യക്തിപരമായ മുറിയോ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കണം. നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവ സാന്നിധ്യ കൃപ നിറയാൻ നമ്മൾ ആഗ്രഹിക്കണം. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മുറിയിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും ചിത്രം ഉണ്ടായിരിക്കും നല്ലതാണ്, അല്ലെങ്കിൽ രൂപമോ ഉണ്ടായിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഈശോയുടെ കുരിശുരൂപം നമ്മുടെ മുന്നിൽ ധ്യാന വിഷയമാക്കും നല്ലതാണ്. സ്വന്തമായിട്ടൊരു ബൈബിൾ, അതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ഈ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുക്കുകയും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ചെല്ലാനായിട്ട് അവിടെ ഇരുന്ന് പരിശ്രമിക്കും നല്ലതാണ്. സ്വന്തമായിട്ടൊരു ജപമാല ഈ ദിവസങ്ങളിൽ എന്നും 33 ദിവസം ഒരു ജപമാല തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും ആത്മീയമായിട്ട് വളരാനും സാധിക്കും. അതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ക്രിസ്താനുകരണം എന്ന പുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും വളരെ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, വചന വായന നമ്മുടെ ജീവിതത്തിൽ ഒരു കടമയാണ്. വചനം വായിക്കുമ്പോഴാണ് കൂടുതൽ ഈശോയോടുള്ള ഈ ആത്മീയ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുക. 2-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആഴ്ചയിൽ നിങ്ങൾ കുമ്പസാരിച്ചിരിക്കണം. ചിലപ്പോൾ ഈ വചന സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ പിറ്റേ ദിവസം തന്നെ കുമ്പസാരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കണം. എഴുതി കുമ്പസാരിക്കുന്നത് വളരെ ആത്മീയമായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ബലിയർപ്പണം മുടക്കരുത്. സാധിക്കുന്ന എല്ലാ ദിവസവും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കാൻ തുടങ്ങും. അങ്ങനെ വലിയ വിടുതലുകൾ നമ്മൾ സംഭവിക്കും. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാനും, നമ്മിൽ നിന്ന് വേർപെട്ടു പോയവരോട് വിരോധം ഉണ്ടെങ്കിൽ അവരുടെ ആത്മശാന്തിക്കായി വിശുദ്ധ ബലിയിൽ കാസയും പീലാസും ഉയർത്തുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് 7 തലമുറകളിൽ നിന്ന് മരിച്ചുപോയവരെ ഓർത്തു പ്രാർത്ഥിക്കാനും ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കണം. സാധിക്കുന്ന സുഹൃത ജപങ്ങൾ, അതുപോലെ തന്നെ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന, അതുപോലെ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതും, ത്യാഗപൂർവം ചെല്ലുന്ന കരുണയുടെ ജപമാലയും, അതുപോലെ തന്നെ ഭക്തിപൂർവം ചെല്ലാൻ സാധിക്കുമെങ്കിൽ 4 ജപമാല, പരിപൂർണ ജപമാല ചെല്ലാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സാധിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ സാധിക്കുമെങ്കിൽ 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ 33 ദിവസത്തെ കൃപയിലേക്ക് നമ്മൾ നയിക്കും. മറ്റൊരു കാര്യമാണ് പുണ്യപ്രവർത്തികൾ. സാധിക്കുന്ന നന്മ പ്രവർത്തികൾ ചെയ്യുക. പാവപ്പെട്ടവരോട് മാത്രമല്ല, സഹപാഠികളോടും പുണ്യം ചെയ്യുന്നതിൽ നമുക്കൊരു പരാതി ഉണ്ടാകരുത്. അതുപോലെ തന്നെ പരിത്യാഗ പ്രവർത്തികൾ, ചില നോമ്പ്, പ്രാശ്ചിത്തങ്ങൾ, പരിഹാരങ്ങൾ ഈ 33 ദിവസത്തെ കൂടുതൽ നമ്മെ ശക്തിപ്പെടുത്തും. പുണ്യപ്രവർത്തികളും പരിത്യാഗ പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളുമാണ് മറ്റൊരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന പുണ്യങ്ങൾ, പരിത്യാഗങ്ങൾ, പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുക. അവിടെയാണ് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ വലിയ കൃപ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ പുണ്യന്മാരുടെ ഐക്യത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഈ ദിവസങ്ങൾ ആഗ്രഹിക്കണം. വിശുദ്ധനായ
ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പ്രത്യേക മധ്യസ്ഥം നിങ്ങളെല്ലാ ദിവസവും ഇത് പൂർത്തീകരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ ജോൺ പോൾ അണ്ണമ്മൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥം നമുക്ക് ഈ സമയങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. വിശുദ്ധനായ ചാവറ പിതാവിൻ്റെയും ഭാരതത്തിലുള്ള എല്ലാ വിശുദ്ധരുടെയും, അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം വിശുദ്ധ പാദ്രി പിയോയുടെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെയൊക്കെ മധ്യസ്ഥം തേടി, സഭയിലെ എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥം തേടി, രക്തസാക്ഷികളുടെ മധ്യസ്ഥം തേടി ഈ 33 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബന്ധന വിടുതൽ പ്രാർത്ഥനകൾ, അറിയുന്ന ബന്ധന വിടുതൽ പ്രാർത്ഥനകൾ നിങ്ങൾ ചെല്ലുക. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന. നിങ്ങൾ വ്യക്തിപരമായിട്ട് യാത്ര പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ, ആത്മീയ പോരാട്ടം എന്നൊരു വചനം, അതുപോലെ മറ്റു പല വചനങ്ങൾ, റോമ 16:20, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ എൻ്റെ കാൽ കീഴി കൊണ്ടുവന്ന് തകർത്ത് കളയും. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വചനങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ വിടുതലിനും ബന്ധന വിടുതലിനും കൃപ ലഭിക്കും. മറ്റൊരെന്നുള്ളത് സംരക്ഷണ പ്രാർത്ഥനകളാണ്. തിരുസഭ നൽകുന്ന സംരക്ഷണ പ്രാർത്ഥനകൾ, സങ്കീർത്തനം 91 വചനം, അതുപോലെ സങ്കീർത്തനം 23 വചനം. ഈ വചനങ്ങളെല്ലാം സംരക്ഷണത്തിന് ദൈവം തന്നിരിക്കുന്ന വചനം. ഈ വചനങ്ങളെല്ലാം ഇടയ്ക്ക് ഉരുവിട്ട് ഈ 33 ദിവസം വലിയ കൃപയുടെ അഭിഷേകത്തിനായിട്ട് ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, ഈ 33 ദിവസം നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മിക വളർച്ചയ്ക്കായിട്ട് ദൈവം തരുന്ന അവസരമാണ്. വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ പൂർത്തിയാകേണ്ട സ്വർഗീയ പദ്ധതി യഥാർത്ഥമാകുന്നത് പിതാവായ ദൈവം തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് പരിശുദ്ധ കന്യക മറിയം. മാലിന്യമോ കറയോ പുരളാത്ത നിർമ്മല പാതയാണ് പരിശുദ്ധ അമ്മ. യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനത്തിൽ ഈ പാത തുറന്നു വച്ചിരിക്കുന്നു. ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന മരിയ ഭക്തർ ദൈവത്തെ ആദരിക്കുകയും കർത്താവിൻ്റെ വരവിനായി ലോകത്തെ ഒരുക്കുന്നവരുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്ന ഈ ഒരു രഹസ്യത്തിൻ്റെ ആധ്യാത്മികതയിലൂടെ നമുക്ക് കടന്നു പോകാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ നയിക്കുന്ന എനിക്ക് വേണ്ടിയും ഗുഡ്നസ് TV-യുടെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. നമുക്ക് ആത്മീയമായിട്ട് കൃപാവരത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. അതിനായിട്ടുള്ള വലിയ കൃപയ്ക്കായി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാനും കഴിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്ഷമിച്ചും സ്നേഹിച്ചും പരിത്യാഗം ചെയ്തും പരിഹാരം ചെയ്ത് തിരുസഭയെ പടുത്തുയർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളെല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അഭിവന്യ പിതാക്കന്മാർക്ക്, സഭാ നേതൃത്വങ്ങൾക്ക് വേണ്ടി, ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി, ധ്യാന ശുശ്രൂഷകർക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി ജീവിക്കുന്ന അൽമായ ശുശ്രൂഷകർക്ക് വേണ്ടി, എല്ലാ ഇടവക ദേവാലയങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ജയിലറകളിൽ കിടക്കുന്ന ഭീകരവാദികൾക്ക് വേണ്ടി, ആരെല്ലാം തിരിഞ്ഞു നോക്കാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി, നഷ്ടബോധമുള്ളവർക്ക് വേണ്ടി, സ്നേഹം ലഭിക്കാത്തവർക്ക് വേണ്ടി, ആരും സ്നേഹിക്കാനില്ലാത്തവർക്ക് വേണ്ടി, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാളെ മുതലുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് സഭയുടെ കൂട്ടായ്മയാണ്, സഭയുടെ പ്രാർത്ഥനാ രീതിയാണ്. വിശുദ്ധനായ ലൂയി ഡി മോൺഫോർട്ടെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈ പ്രതിഷ്ഠ അങ്ങ് ദൈവസന്നിധിയിൽ കിട്ടിയ അതേ കൃപാവരത്തോടെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയുണ്ടാകാൻ വേണ്ടി വിശുദ്ധനായ ലൂയി ഡി മോൺഫോർട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ജോൺ പോൾ അണ്ണമ്മൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ അമ്മയെ പൂർണ്ണമായിട്ടും അമ്മയുടേതാക്കി ഞങ്ങളെ മാറ്റണമേ. അമ്മയുടെ വഴിയിലൂടെ ഈശോയുടെ വഴിയിലേക്ക് ഞങ്ങളെ നടന്നു നീങ്ങാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോഴും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ കൃപാവര ജീവിതത്തിലേക്ക്, ഈ കൃപാവര ശക്തിയിലേക്ക് നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കണം. ഓരോ ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠാ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തീഷ്ണതയോടെ നിങ്ങൾ ചെല്ലണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിക പ്രാർത്ഥന ചൊല്ലുമ്പോൾ തീഷ്ണതയോടെ നമുക്ക് ചെല്ലാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഓരോ ആരാധനകളും നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമേറിയ ആത്മീയത വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് തീഷ്ണതയോടെ ഓരോ ദിവസവും നമുക്ക് ഒരു പുതിയ അനുഭവത്തിൻ്റെ, പുതിയ കൃപയുടെ, പുതിയ സ്നേഹത്തിൻ്റെ, പുതിയ ആഴത്തിൻ്റെ കൃപ നൽകട്ടെ. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ ജീവിതത്തിൽ ഒഴിഞ്ഞ കൽഭരണിയിലാണ് ദൈവം കൃപ നിറച്ചത്.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണേ, എൻ്റെ പാപം നിറഞ്ഞ കൽഭരണികളെ കഴുകി വൃത്തിയാക്കാൻ, എൻ്റെ ജീവിതത്തിൻ്റെ കൃപയിലേക്ക് നയിക്കാൻ ഞാനാകുന്ന കൽഭരണികളെ, എൻ്റെ കുടുംബമാകുന്ന കൽഭരണിയെ, എൻ്റെ മക്കളാകുന്ന കൽഭരണികളെ ഞാൻ കൊണ്ടുവയ്ക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപാവരത്തിൻ്റെ ശക്തി എനിക്ക് നൽകണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി എന്നെ ഭരണം നടത്തട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രഹസ്യ പരസ്യ ജീവിതത്തിലെ 33 വർഷങ്ങളെ 33 ദിവസങ്ങളിലേക്ക് ചുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആത്മീയ ശക്തി നൽകട്ടെ. പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. അമ്മേ റോസാ മിസ്റ്റിക്ക മാതാവേ, പ്രത്യേകം ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അമ്മയുടെ സുഗന്ധാഭിഷേകം, റോസാപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം നൽകണമേ. അങ്ങനെ അമ്മയുടെ സ്വർഗാരോപണം സഭ വിശ്വസിക്കുന്ന ആ വിശ്വാസ സത്യത്തിലേക്ക് നടന്നു നീങ്ങാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദിവസങ്ങൾ നൽകണമേ. പ്രിയപ്പെട്ടവരെ, അതിനായി പ്രാർത്ഥിക്കാം, അതിനായി ഒരുങ്ങാം. ദൈവം നമുക്ക് ഈ ദിവസം വലിയ കൃപയുടെ അഭിഷേകത്തിൻ്റെ ശക്തി നൽകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.